ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഗോദ്ര ട്രെയിൻ ദുരന്തം, ചരിത്രം കത്തിയൊളിച്ച ആ ദിനത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. തുടർന്നിങ്ങോട്ടും ഗോദ്ര ട്രെയിൻ ദുരന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ 2002 ഫെബ്രുവരി 27 രാവിലെ 7:43. സാധാരണ ദിവസത്തേക്കാളും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ചായക്കടക്കാരും വിൽപ്പനകളും ഒക്കെയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു ദിവസം. വരാനിരിക്കുന്ന ട്രെയിനിൻ്റെ ശബ്ദം നമുക്ക് ദൂരെ നിന്ന് കേൾക്കാം. ഇവിടെയായിരുന്നു ഒരു രാജ്യത്തെ വേര് തോണ്ടിയ യഥാർത്ഥ വസ്തുതകൾ തുടക്കം കുറിച്ച ഒരു ദുരന്തത്തിൻ്റെ തുടക്കം. ആ ദുഃഖ ദിനത്തിൽ സബർമതി എക്സ്പ്രസ് എന്ന ട്രെയിൻ 7:43 സ്റ്റേഷനിൽ പ്രവേശിക്കുന്നു. അതിലേറെയും ഹിന്ദു തീർത്ഥാടകരായ കർസേവകർ അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തുന്നവരുമായിരുന്നു. അവർ എല്ലാ യാത്രകളിലും പതിവായി ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ട്രെയിനിനകത്ത് യാത്രക്കാരെല്ലാം കൂട്ടത്തോടെ ഇരിക്കുകയാണ്. ചിലർ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കച്ചവടക്കാരോട് ചില യാത്രക്കാർ മോശമായി പെരുമാറുന്നു. ഇവിടുന്നാണ് ദുരന്തത്തിന്റെ തുടക്കം. ഒരു യാത്രക്കാരൻ ചോദിക്കാണ്, ഈ ചായക്ക് കട്ടിയില്ലല്ലോ, നല്ല ഒന്നും ഉണ്ടാക്കൂ. അപ്പൊ തന്നെ വ്യാപാരി പറയാണ്, സാർ ഇത് നല്ല ചായയാണ്, ചൂടുള്ളതായിരിക്കും. ഒരു കർസേവകൻ പുറത്തിറങ്ങി ഒരു മുസ്ലിം സഹോദരന്റെ കടയിൽ നിന്നും എന്തോ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അവിടെയും തർക്കം വരുന്നു. നമ്മളാണ് ഈ രാജ്യത്തെ യഥാർത്ഥ അവകാശികൾ, കാശ് കൂടുതലാണ്, കാശ് കുറയ്ക്കണം എന്നൊരു കർസേവകൻ പറയുന്നതിനനുസരിച്ച് അവിടുത്തെ വ്യാപാരി പറയാണ്, ഇവിടെ എല്ലാവർക്കും ഒരേ വില തന്നെയാണെന്ന്. പെട്ടെന്ന് ട്രെയിനിനകത്തും അക്രമം നടക്കുന്നു, ട്രെയിനിന് പുറത്തും അക്രമം നടക്കുന്നു. അരിശം കൂട്ടുന്ന കാഴ്ച. ട്രെയിനിനകത്തും പുറത്തുമുള്ള ചിലർ തമ്മിൽ വാക്കേറ്റത്തിലാകുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കല്ലെറിഞ്ഞ് ആക്രമണം തുടങ്ങി. ട്രെയിനിനകത്ത് ഉള്ള സ്ത്രീകളും കുട്ടികളും ഭയത്തോടെ ഇത് നോക്കി കാണുന്നു. അതിൽ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴേക്കും ഒരു യുവാവ് പെട്രോൾ നിറച്ച കുപ്പി കത്തിച്ച് S6 കോച്ചിലേക്ക് എറിഞ്ഞു. S6 കോച്ചിനുള്ളിൽ തീ ആളിപ്പടർന്നു. സ്ത്രീകളും കുട്ടികളും കരഞ്ഞു നിലവിളിച്ചു. യാത്രക്കാരെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, തീ ദയവായി ആരെങ്കിലും സഹായിക്കൂ. ചിലർ ജനല് കൊഴിച്ച് പുറത്തേക്ക് ചാടുന്നു. എന്നാൽ 59 പേർ അതിനകം ജീവനോടെ കത്തി അമരുന്നു. ഗുജറാത്ത് കലാപത്തിന് തുടക്കം ഇവിടെ നിന്നാണ്. പ്രതികാരത്തിൻ്റെ നിഴൽ ഇവിടെ നിന്ന് ആരംഭിക്കും. ഹിന്ദുത്വ സംഘം മുസ്ലിം പ്രദേശങ്ങൾ ആക്രമിക്കുന്നു. വീടുകൾക്കും കടകൾക്കും തീ കൊളുത്തുന്നു. അതിലെ ഒരു ഹിന്ദുത്വ പ്രവർത്തകൻ പറയുകയാണ്, അവർ നമ്മളെ ആക്രമിച്ചു, പ്രതികാരം വേണം. തൊഴിലാളികളും കുടുംബങ്ങളും ഭയന്നു ഓടുന്നു. തെരുവുകളിൽ ചിതറി മരിച്ച ശരീരങ്ങൾ. മുസ്ലിം കുടുംബം പറയാണ്, ഞങ്ങൾക്ക് എന്താണ് പിഴവ് പറ്റിയത്? ഞങ്ങളുടെ വീടും ജീവിതവുമൊക്കെ എല്ലാവരും ചേർന്ന് കത്തിച്ചു. തുടർന്ന് പോലീസ് ഇടപെടലുകൾ നേരം വൈകുകയാണ്. അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം, ആരോപണങ്ങൾ, നീതി എന്നൊരു ദുർസ്വപ്നം. എന്നാൽ ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വേറൊരു രീതിയിലാണ്. അന്ന് രാവിലെ സബർമതി എക്സ്പ്രസ് എന്ന ട്രെയിൻ അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ട്രെയിനിൽ കർസേവകർ എന്നറിയപ്പെട്ട ഹിന്ദുത്വ അനുകൂലികൾ ഭൂരിഭാഗവും ഉണ്ടായിരുന്നു. ട്രെയിൻ ഗോദ്ര സ്റ്റേഷനിൽ എത്തിയപ്പോൾ കോച്ചുകൾക്കകത്ത് നിന്ന് ആരോ ജയ് ശ്രീറാം എന്ന് വിളിച്ചതോടെ പുറത്ത് കച്ചവടക്കാരായി നിന്നിരുന്ന മുസ്ലിം ജനങ്ങൾക്കിടയിൽ ആക്രോശം ഉയർന്നു. ചിലർ ട്രെയിനിലേക്ക് കല്ലേറ് നടത്തി എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ ഉടനെ തന്നെ കാര്യം ഭയാനകമായി മാറി. S6 ബോഗിക്ക് തീപിടിച്ചു. കോച്ചിനുള്ളിൽ കുടുങ്ങിയ 59 പേരും അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ജീവനോടെ കരിഞ്ഞു മരിച്ചു. തീ എങ്ങനെയാണ് പിടിച്ചതെന്നതിനെ കുറിച്ച് 100 കണക്കിന് തർക്കങ്ങളും അന്വേഷണങ്ങളും ഉണ്ടായി. ചിലർ പറഞ്ഞത് പുറത്തുനിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നെന്നാണ്. മറ്റു കൂട്ടർ പറഞ്ഞത് ട്രെയിനിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ പൊട്ടിത്തെറിയാണ് തീപിടുത്തത്തിൻ്റെ കാരണമെന്ന്. എന്തു തന്നെയായാലും ഗുജറാത്ത് കലാപത്തിൻ്റെ പ്രതികാരത്തിൻ്റെ തീപ്പൊരി ആളിപ്പടർന്നത് ഇവിടെ നിന്നാണ്. ഗുജറാത്ത് കലാപം, പ്രതികാരത്തിൻ്റെ തീപ്പൊരി, ഗോദ്രയിലെ തീപിടുത്തം ഒരു വലിയ കലാപത്തിന് അടിത്തറയാക്കി. അടുത്ത ദിവസം മുതൽ തന്നെ ഗുജറാത്ത് മുഴുവൻ കലാപത്തിന് അരങ്ങാവുകയായിരുന്നു. വിശേഷാൽ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഈ അപകടം ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ആക്രമണമാണെന്ന് ആരോപിച്ചു. 2002 ഫെബ്രുവരി 28 മുതൽ ഗുജറാത്തിൽ പല മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലും ആക്രമങ്ങൾ പടർന്നു. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. വീടുകൾ കത്തിച്ചു.
ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി കലാപം തടയാൻ കാര്യക്ഷമമായ നടപടികൾ കൈക്കൊണ്ടില്ലെന്ന ആരോപണം ഉയർന്നു. അന്വേഷണങ്ങൾ, തർക്കങ്ങൾ, സത്യങ്ങൾ. വർഷങ്ങളായി ഗോദ്ര ട്രെയിൻ ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമാക്കാനുള്ള ശ്രമങ്ങൾ നീണ്ടു. വിവിധ അന്വേഷണ കമ്മീഷനുകൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. 2006 ബാനർജി കമ്മീഷൻ പറഞ്ഞു സ്വാഭാവികമായും ഉണ്ടായ തീപിടുത്തമായിരിക്കാമെന്ന്. എന്നാൽ 2008 നാനാവതി കമ്മീഷൻ പറഞ്ഞു തീപിടുത്തം മുൻകൂട്ടി തയ്യാറാക്കിയ ഗൂഢാലോചനയാണെന്ന്. കോടതി വിധി വന്നത് 2011 31 പേർക്ക് ജീവപര്യന്തം തടവും 63 പേരെ വെറുതെ വിടുകയും ചെയ്യപ്പെട്ടു. മുദ്രാവാക്യങ്ങൾ ഉയർന്നു. നീതിയെ, നീതിയെ, നീതി എവിടെ? ഇന്നും ഗോദ്ര സംഭവത്തിന് യഥാർത്ഥ ഉത്തരവാദികൾ ആരെന്ന് ആർക്കും ഉറപ്പായും അറിയില്ല. ചിലർ ഇതിനെ ഹിന്ദു വിരുദ്ധ ആക്രമണമായി കണക്കാക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഗുജറാത്ത് കലാപത്തിന് വഴിയൊരുക്കാൻ ഹിന്ദുത്വ ശക്തികൾ തന്നെ ഈ തീപിടുത്തം പ്ലാൻ ചെയ്തതാണെന്നും ആരോപിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം ഗോദ്ര റെയിൽവേ ട്രാക്കിൽ നോക്കി നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രദേശവാസി വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ നശിപ്പിക്കപ്പെട്ട ആയിരങ്ങൾക്കോ അതിൻ്റെ കുടുംബങ്ങൾക്കോ നീതി ലഭിച്ചോ? ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം. ഗോദ്ര ട്രെയിൻ ദുരന്തം ഒരു ദേശം ഇന്നുവരെ മറക്കാത്ത രക്തസാക്ഷ്യം. ഇത് മതഭേദങ്ങളെക്കാൾ കടുത്ത ദുരന്തമാണ്. ഇതിൻ്റെ ചാരത്തിലൂടെയാണ് ഇപ്പോഴും മതവികാരം ചൂടുപിടിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ ഈ ഗോദ്ര കലാപത്തിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചിലർക്ക് ഇവിടെ പൊള്ളിയ കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർക്ക് ഇത്ര പൊള്ളൽ? ആരാണ് ഇവിടെ ഈ കലാപം അഴിച്ചുവിട്ടിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് ഈ കലാപം അഴിച്ചുവിട്ടിട്ടുള്ളത്? എന്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങളുടെ ഭയമല്ലേ യഥാർത്ഥ സത്യം? എന്താണെങ്കിലും ഈ നാട് നിങ്ങളുടെ കൈകളിലാണ്. മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെ രാഷ്ട്രീയം നല്ല രീതിയിൽ നടക്കട്ടെ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.